ഓ സൂപ്പർ. ഞാൻ കോരപ്പൻ. എന്റെ ഈ കാട്ടിൽ ആര് കടന്നാലും ഈ എസ്ഐയുടെ അവസ്ഥയായിരിക്കും. ആരംഭിക്കട്ടെ. നീ 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 എന്റെ ജീവൻ, അതെന്നും എന്റെ ദൈവം. രാപ്പാടി കേഴുമ്പോഴും ഞാൻ കാത്തു നിൽക്കുന്നിതാ. അത് ശരി. അപ്പൊ ഇത് പെണ്ണല്ലായിരുന്നോ? അല്ല, ഞാനിവിടെ ഡബിൾ റോളാ. ഇത് കൂടാതെ പാചകവും ചെയ്യണം. അതിന്റെ കിച്ചൺ എവിടെ? കാട്ടുകിഴങ്ങ് ചുട്ട് തിന്നാൻ എന്തിനാ കിച്ചൺ? അത് നീ നിങ്ങൾ ആരാ? ഞാൻ കാട്ടുകള്ളൻ. അതൊരാനയല്ലേ? അത് കാട്ടിലെ കണ്ണൻ. ഇത് കള്ളൻ കോരപ്പൻ. ആരായാലും വേണ്ടുകല. ഈ മീശാൻ താടിയൊക്കെ ഒന്ന് വെട്ടിട്ട് ഒന്ന് വൃത്തിയായിട്ട് നടന്നുകൂടെ? ഇയാളുടെ പറച്ചിലായിട്ടോ തോന്നുന്നല്ലോ. ആനയും പുല്ലും കരടിയൊക്കെ ബൂട്ടിപ്പാലം നിർത്തുവോ? ഇവിടെ കരടിയൊക്കെ ഉണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട്. വേറെന്തൊക്കെ ഉണ്ട്? എന്നാ പറയാൻ ഇങ്ങനെയൊക്കെ അങ്ങ് നിങ്ങളുടെ വിശേഷം ചോദിച്ചതല്ല, വേറെ ഏതൊക്കെ മൃഗങ്ങളുണ്ടെന്നാ ചോദിച്ചേ. ആനമയിലൊട്ടകം, ചിങ്കം കഞ്ഞി തുലാവോ? അല്ലല്ല, സിംഹം, പുലി എല്ലാം ഉണ്ട്. എന്നെ ഒന്ന് കാണിക്കാവോ പ്ലീസ്? അയ്യടാ, ഞാൻ അവിടെ ഷൂ നിർത്തുവല്ല. ഷൂവോ? ആ, മൃഗശാല. അത് ഷൂ. മിണ്ടിപ്പോലും മലമ്പാൻ ഇട്ട് കൊടുക്കും ഞാൻ. മലമ്പാമ്പൊക്കെ ഉണ്ടോ? മൂർഖന്മാര് വരെയുണ്ട്. പാൻഡോ? അല്ല, മൂർഖന്മാവേ. കഴിഞ്ഞ ദിവസമേ കാന്താർ ചമ്മന്തിയും കുട്ടി കിഴങ്ങ് ചുട്ടുന്നപ്പോഴാ രാജീവൻ പാല വന്നത്. ഏത് രാജീവൻ പാല? കവളപ്പാടില് വലിയ പച്ചയുള്ള പാമ്പില്ലേ അത്. ഓ, രാജവെമ്പാല. നിങ്ങളുടെ നാട്ടിൽ അങ്ങനെയാണോ പറയുന്നത്? എന്നതായാലും ആ പാമ്പന്റെ പുറകിൽ ഇങ്ങനെ പത്തി വിടർത്തി നിന്നിട്ട് വാ മറിയുവാ ഐസ്ക്രീം പാടിന്റെ കൊടയുടെ കീഴിലാണ് കിഴങ്ങ് നിന്നത്. ആ പാമ്പ് കൊത്തിയോ? ഇല്ല, എന്റെ കണ്ടായിരുന്നു കാന്താർ ചമ്മന്തി പാമ്പിന്റെ കണ്ണിലിട്ട ടോണി. ആ പാമ്പ് എങ്ങോട്ട് പോയി? കറക്റ്റ് റൂട്ട് പറയാനേ ആശാനോട് കൊടുത്ത ഗൂഗിൾ മാപ്പ് അല്ല, കാന്താർ ചമ്മന്തിയാ. നിങ്ങൾ എന്തിനാ എന്നെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളെ പിടിച്ചോണ്ട് പോകത്തില്ലേ? അയ്യോ, ഞാനേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലല്ല. ഞാനൊരു പാവ. എനിക്ക് കിട്ടുന്നതിനേക്കാളും കൂടുതൽ മറ്റുള്ളവർക്ക് കിട്ടണമെന്നാ എന്റെ ആഗ്രഹം. എന്തോന്ന്? കറണ്ട് ബില്ല്. ഞാൻ പുറത്തുനിന്ന് ഒരു കൗണ്ടർ വെച്ചെന്നേ ഉള്ളു. എന്നെ കൊല്ലത്ത് വിടണം. അയ്യോ, പേടിച്ച് വരച്ച് ടെൻഷൻ മൂത്തപ്പോ തെറ്റിപ്പോയതാ. കൊല്ലാതെ വിടണമെന്നാ പറഞ്ഞ്. നോക്കി നിൽക്കാതെ കഞ്ചാവ് വലിക്കാശാനെ. അല്ല, കാഞ്ചി വലിക്കാൻ. വലി പറഞ്ഞ ഉടനെ വലിക്കാനോ തുണ്ടയില്ല. ഇതിൽ ആക്ഷൻ കാണിച്ചോ, ഞാൻ സ്പോട്ട് അപ്പടിക്കാം. ഞാൻ ഇടുന്ന വിലന്നെ വാട്സാപ്പിൽ മെസ്സേജ് വരുന്നതാ. എന്റെ ഫോണാണ് കാണാതെ പോയി. എന്നാൽ ആ ഫോൺ ഏതോ ഒരു കരുങ്ങന്റെ കയ്യിൽ എത്തിയിട്ടുണ്ട്. അതെങ്ങനെ മനസ്സിലായി? ഏതോ ഒരു കരുങ്ങൻ വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതിലായ മെസ്സേജ് വന്നോണ്ടിരിക്കുന്നത്. എന്താ ആശാനെ ചിരിക്കുന്നേ? കരുങ്ങന്മാർ തമ്മിലുള്ള ചാറ്റ് ഉണ്ടോ? ഏത് കരുങ്ങനാടാ ഈ ഗ്രൂപ്പ് തുടങ്ങിയത്? അത് ഞാനാടാ കൊരങ്ങ. എവിടെ നിന്നാടാ കൊരങ്ങ ഫോൺ കിട്ടിയേ? ഏതോ ഒരു കൊരങ്ങന്റെയാ വഴി കിടന്ന് കിട്ടിയതാ. അയ്യോ, ഇങ്ങനെയൊക്കെ പറഞ്ഞാ ബോഡി ഷേം ആവത്തില്ലേ? അത് മനുഷ്യനെ പറഞ്ഞല്ല, ഇത് കൊരങ്ങന്മാരാ പറയുന്നേ. ആശാനെ, കിഴങ്ങ എന്തോ നിന്നെ വിളിച്ചല്ല, ഇത് കിഴങ്ങാണെന്ന് ചോദിച്ചതാ. അല്ല, റേഡിന് വന്ന പോലീസുകാരെ ആനക്കൊമ്പാണെന്ന് പറഞ്ഞ് പൊളിച്ചു വെച്ചാൽ അപ്പ എടുത്തോണ്ടാ പോയത്. എസ് പി ഒരു ഭീകരനാ. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ഗർജിക്കുന്ന സിംഹം. കേട്ടിട്ടില്ലേ, മുറിവേറ്റ സിംഹത്തിന്റെ ഗർജനത്തെക്കാൾ ഭയാനകമാണ് ശ്വാസമെന്ന്? അതെന്താ ആശാനെ അങ്ങനെ പറയുന്നേ? സിംഹം പല്ല് തേക്കത്തില്ലല്ലോ, അതാ ശ്വാസം. നിർത്തണ. പോലീസുകാരൊക്കെ ഒരു തോന്നിയാസം പറഞ്ഞോ? ധൈര്യം ഉണ്ടെങ്കിൽ കെട്ടഴിച്ചു വിട്ടിട്ട് പറയടാ. അങ്ങനെയാണ്, കെട്ടഴിച്ചു. ഏതാവാണ് നിങ്ങൾ എന്നെ കാണിക്കുന്നേ? ഈ കണ്ണൂരാൾക്ക് മാത്രം കൊമ്പൻ മീശ മതി. എന്റെ കൊമ്പിന്റെ കാര്യത്തിന് ഇപ്പൊ ഒരു തീരുമാനമാക്കി തരാം. ഇങ്ങോട്ട് കാട്ടുന്നുണ്ട് കൊമ്പ്. എങ്ങനെയുണ്ട്? കാണാതെ എങ്ങനെ പറയാനാ? കണ്ണാടി എടുത്ത് കാണിച്ചു കൊടുക്കടാ. അയ്യോ, ഇവിടെ കുറച്ചുകൂടെ ഉണ്ട്. ഇവിടെ അതിനെ കൃതാവ് അതൊന്ന് ചെറുതായിട്ടൊന്ന് കാണിച്ചു. ഇപ്പൊ ഓക്കെ ആയി. എത്രയാ? 120. അയ്യോ, എന്റെ 200. അതെന്താ, ഞാൻ ബാലൻസ് തരാം. 80. ഡബിൾ ഓക്കെ. ഇടയ്ക്ക് ഇറങ്ങണേ.
നീ രക്ഷപ്പെട്ടില്ലേ? ഞാൻ പറഞ്ഞു നീ രക്ഷപ്പെട്ടെന്ന്. തൊപ്പിതാ തുപ്പി തരാനല്ല പറഞ്ഞ, എന്റെ തൊപ്പി തരാൻ. വിചാരിച്ചോ? വാ, തുണി കെട്ടടാ. നീ എവിടെ പോവാ? ആശാനല്ലേ പറഞ്ഞ എന്നെ പഴയ തുണി കെട്ടേ. ഈ തുണിയിലെ രണ്ട് ബാഗിക്കകത്ത് തന്നെ ഞാൻ എന്താ വാഷിംഗ് മെഷീനോ വല്ലതാണോ? നിങ്ങളുടെ ആവശ്യം എന്താ? നിങ്ങളുടെ ഡിമാൻഡ് എന്തുവാ? നീ നാട്ടിൽ ചെന്ന് ഞങ്ങളുടെ കഷ്ടപ്പാടൊക്കെ അറിയിച്ചിട്ട് നീ നാളെ നാട്ടിൽ കൊണ്ടുള്ള ഏർപ്പാടുണ്ടാക്കണം. നിങ്ങൾക്ക് എന്താ ഇത്ര കഷ്ടപ്പാട്? ഏർമാനം കെട്ടി വേണം താമസിക്കാൻ. പുഴയിലും വെള്ളച്ചാട്ടത്തിലും പോയി കുളിക്കണം. കിഴങ്ങ് ഒഴുങ്ങി വല്ലം കാന്താരം മുളകും പൊട്ടിച്ച് വേണം തിന്നാൻ. ഇത്രയും കഷ്ടപ്പാടൊക്കെ പോരെ? കേട്ടിട്ട് കൊതിയാവുന്നു. എടാ, ഇതൊക്കെ ആസ്വദിക്കാനേ നാട്ടിൽ ആൾക്കാർ ക്യൂവാ. സമ്മതിച്ചു. മൊബൈലിലെ റേഞ്ച് ഉണ്ടെങ്കിലേ മലയുടെ മണ്ടേ വലിഞ്ഞു കയറണം. അത് കഷ്ടപ്പാടല്ലേ? എടാ മണ്ടന്മാരെ, നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരാടാ. മൊബൈലിന് റേഞ്ച് ഉള്ളതുകൊണ്ടേ നാട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളാ ഉണ്ടാകുന്നറിയാവോ? ആ കുന്ത്രാണ്ട മല തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് സമാധാനമായിട്ട് ജീവിക്കാൻ നോക്കടാ. ഓഹോ, അങ്ങനെയാണോ? ആ, നമ്മുടെ മൊബൈൽ എവിടെ? ഇന്ന് ആശാനെ, ഇന്ന് മുതൽ ഈ കാട്ടിൽ മൊബൈലേ വേണ്ട. ആശാനെ, മൊബൈലിൽ നമ്മൾ എങ്ങനെ ജീവിക്കും? ഇയാള് പറഞ്ഞേ മൊബൈലിനടുത്ത് സമാധാനം കിട്ടത്തില്ലെന്ന്. ഇനിയെങ്കിലും ഞാൻ സമാധാനം ജീവിച്ചോട്ടേടാ. ആ, ഇപ്പോഴാണ് ക്ലിയർ ആയത്. ഇനി അടുത്ത പരിപാടി എന്താ? ഇനിയുള്ള കാലം എൻജോയ്. പിള്ളേരെ എങ്ങനെ ഉണ്ടായിരുന്നു മാഷിന്റെയും പിള്ളേരുടെയും പെർഫോമൻസ്? അടിപൊളിയായിരുന്നു. ഞങ്ങൾ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു അല്ലേ? ആ, പിന്നല്ല. കണ്ടിട്ടുണ്ടോ ഇതിനു മുമ്പ് മാഷ് ഇങ്ങനെയൊക്കെ അഭിനയിക്കുന്ന കണ്ടിട്ടുണ്ടോ? അത് ഫസ്റ്റ് ടൈം ആണോ? ടിവിയിൽ കണ്ടിട്ടുണ്ട്, നേരിട്ട് ആദ്യമായിട്ടാ കാണുന്നത്. അപ്പൊ ഇപ്പൊ സ്കിറ്റ് കണ്ടപ്പോ ഹാപ്പിയായി? ഹാപ്പിയായി, സന്തോഷായി? സന്തോഷം. അടിപൊളി. പക്രുചേട്ടാ? കാട്ടുപൊളി. അത് വിളിച്ചു കാട്ടുപൊളി. കോരപ്പനായിരുന്നു നേതാവ്. അയ്യോ, അത് കഴിഞ്ഞിട്ട് എത്ര സാധുവായിട്ടാ നിക്കുന്നത് എനിക്ക്. ആദ്യം നടന്നു വന്നിട്ട് അത് പറഞ്ഞപ്പോ മാഷ് ഞെട്ടിപ്പോയി. എന്നാ ടൈമിംഗ് ആന്ന് നോക്കി. അയ്യോ, രണ്ടുപേരും മാഷ് അങ്ങോട്ടൊന്ന് ഇട്ടുകൊടുക്കേണ്ട താമസമുള്ളൂ. അപ്പൊ പിടിക്കുക കാന്തം പോലെ. ഒടുവിലൊരു നല്ലൊരു സന്ദേശം അല്ലേ? ഈ മൊബൈലാണ് എല്ലാത്തിനും കുഴപ്പം. നമ്മളിത് മാറ്റി വെക്കണം എന്ന് പലതവണ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇപ്പോഴും നമുക്ക് ആർക്കും സാധിക്കാത്ത ഒരു വലിയ പ്രശ്നത്തെ അത് വളരെ രസമായിട്ട് അവർ അവതരിപ്പിച്ചു. നല്ല ക്യൂട്ടായിരുന്നു. താങ്ക് യു, താങ്ക് യു. മാഷിന്റെ കൊച്ചുമോളല്ലേ? രണ്ടുപേരും മൂത്ത മോളുടെ മക്കളാ രണ്ടുപേരും. ആ ഉണ്ണിക്കുട്ടന് നല്ലായിരുന്നു കേട്ടോ. അതെ, ഉണ്ണിക്കുട്ട ഡാൻസ്. ഡാൻസ് പിന്നെ മറ്റേ എനിക്കൊരു പറ്റ വെട്ടണം, അതൊക്കെ സൂപ്പർ ആയിരുന്നു. മുളക് ചമ്മന്തിയാ കണ്ണി തേച്ച് വിട്ടേക്കണ. അതെ, അടിപൊളി, സൂപ്പർ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ കുഞ്ഞാറ്റ ഫാനായേട്ടാ. ഇന്നത്തെ സ്കിറ്റിൽ നമ്മൾ കുഞ്ഞാറ്റ ഫാൻ. അപ്പൊ കോരപ്പാ, നമുക്കെന്താ ബാറ്ററി എത്രത്തോളം ചാർജ് ചെയ്ത് നോക്കിയാലോ കോരപ്പാ? ഓക്കെ, ശരി. കോരപ്പനും ടീമിനും എത്രയാണെന്ന് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അടിപൊളി കോരപ്പാ, നമുക്ക് ഫണ്ട് കുറെ കിട്ടി കോരപ്പാ. 17,000 rupees ആണ് നിങ്ങളുടെ ടീമിന് ലഭിച്ചിരിക്കുന്നത്. സന്തോഷായില്ലേ? പിള്ളേർക്ക് ഇതിന്റെ വാല്യൂ അറിയില്ലായിരിക്കും, പക്ഷെ എന്നാൽ ഈ കുഞ്ഞു മക്കളും പിന്നെ അപ്പൂവിന്റെ കൂടെ പെർഫോം ചെയ്തിട്ട് കിടിലായിട്ട് ഇനിയും വരണം. അപ്പൊ പകർച്ചേട്ടാ, അപ്പൊ ആ എമൗണ്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്തേക്കാവോ? ട്രാൻസ്ഫർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ചെറിയൊരു ഡിമാൻഡ് ഉണ്ട്, അത് ഞാനിത് കഴിഞ്ഞ് പറയാം. ആയിക്കോട്ടെ. 17,000 rupees ലഭിച്ചിരിക്കണം. ഇനി എന്താണ് ആ ഡിമാൻഡ് കേക്കട്ടെ? മാഷ് പഠിപ്പിച്ച കുട്ടികളാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. അതെ. അപ്പൊ മാഷും കുട്ടികളും കൂടെ ഒന്ന് ഒരുമിച്ച് ഈ വേദിയിൽ ഒന്ന് ചുവട് വെച്ചാൽ നല്ല രസമായിരിക്കും. അത് മാത്രമല്ല, മാഷ് SIയുടെ കോസ്റ്റ്യൂമിലാണ്. അപ്പൊ ഇതിലേക്ക് SIയും കൂടെ ചേർന്നാൽ എന്തായിരിക്കും എന്ന് ഒന്ന് കാണാൻ ഒരു കൗതുകം. മരമൊടു കല്ലുകൾ കനകം വെള്ളി മനമിയലും പടിച്ചെമ്പുമിരുമ്പും മറ്റും പാലവക വേണ്ടും പണികൾ ഇന്ദേദത്ത. മരമോടു കല്ലുകൾ കനകം വെള്ളി മനമിയലും പടിച്ചെമ്പുമിരുമ്പും മറ്റും പാല വക വേണ്ടും പണികൾ ഇന്ദേദത്ത. തത്തത്തകതത്തെ കൃതിത്തൈ തകതൈതാ മഹിമയോടരിമകളെല്ലാം ചെയ്യും മനുവിവ തിത്തത്തകതത്തികതത്താം തികിതികിതകതത്തികതത്താം കർകുതിത്തത്താം കർകുതിന്തത്ത കർകുതിത്തത്താതിത്താതുമതത്തൈ ഇന്ദേദത്ത. തത്തത്തകതത്തെ കൃതിത്തൈ തകതൈതാം
ഇത്തരമുത്തരമായുള്ള വചനം ഇച്ഛവരുംപടി കരുതിയുറേച്ച് തക്കിടകിടതകിതായിക്ക് തൊങ്കം തരികിടകിടതകിതായിക്ക് തൊങ്കം തക്കിടകിടതി തരികിടകിടതി തക്കിത്തൊങ്കം തളാങ്കി തരികണതോം ഇന്ദൈ ദത്ത തത്തത്തകതത്തെ കൃതിത്തൈ തകതൈതൈതം ഇമ്പമൊടരുപികൾ തിരുമനസാലെ ഇയൽ വഴി തീ തീ തെയ്യം ദത്ത തികുതി തെയ്യം ദത്ത തീ തൈ തികുതൈ തീ തൈ താ തിത്താ മുതത്തൈ ഇന്ദൈ ദത്ത തത്തത്തകതത്തെ കൃതിത്തൈ തകതൈതൈതം വിശ്വമിടങ്കയിലായവനൊരുവൻ വിധിയുടെ അരജൻ തിരുമുൻപാകെ തക്കടകടതകി തക്കടകടതകി തക്കടകടതകതീം തകത തകത തകതാത്തീം തിക്കടകടതകി തിക്കടകടതകി തിക്കടകടതകതീം തികിതാ തികിതാ തികിതാത്തീം തക്കടകടതകതി ആ തകതാത്തി തിക്കടകടതകതി ആ തികിതാത്തി അങ്ങനെ തക്കടകടതേ തിക്കടകടതേ തക്കിട്ടേതാ ഇന്തത്താകടതേ ഇതേ ഇന്തത്താകട തക്കടകടതകതീം വിശ്വമിടങ്കയിലായവനൊരുവൻ വിധിയുടെ അരജൻ തിരുമുൻപാകെ വിധി പോലെ തകൃതി തത്തത്താത് മുതത്തൈ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. മാഷിന്റെ ഒരു പവർ എന്താന്നുള്ളത് സ്കിറ്റിനകത്തും ഇതിന്റെ സെന്ററിൽ നിന്നിട്ട് ആ പാട്ട് ചെയ്തപ്പോൾ ഗംഭീരമായി. നമുക്കത് ഭയങ്കര ഒരു കാഴ്ചയായിരുന്നു, ഭയങ്കര ഒരു അനുഭവമായിരുന്നു. ഇപ്പൊ എത്ര വർഷമായി അങ്ങ് ഈ ഫീൽഡിൽ വന്നിട്ട്? ഈ ഒരു അധികം വർഷമൊന്നും അല്ല, 42 വർഷം. അധികം വർഷമായില്ല, 42. അടുത്ത തുടങ്ങുന്നത് 43-ലേക്കാണ്. അന്ന് ജനിച്ചില്ല നമ്മള്. എന്നായിരുന്നു? അല്ല, അന്നൊന്നും നമ്മള് ജനിച്ചില്ല എന്നുള്ളു. നിങ്ങൾ 2 വട്ടം വോട്ടിട്ട് കഴിഞ്ഞത്.